മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടി ഓരോ സിനിമ ഉണ്ടാക്കി വിടും തെണ്ടികൾ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, ഡൂംസ്ഡേ കൗണ്ട് ഡൗൺ ക്ലോക്ക്, തേങ്ങ മാങ്ങ. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ആർക്കും ഒന്നും വേണ്ട. എനിക്കൊരു പ്രഡിക്ഷൻ നടത്താനുണ്ട്. ഫാൻസ് ഷോ എങ്ങാനും വെച്ച് കഴിഞ്ഞാൽ ഇത് പാളും. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ഏപ്രിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം ഹൈപ്പ് കയറ്റി കൊണ്ടുവന്ന ആ ഒരു ഏപ്രിൽ വന്നിരിക്കുന്നത്. തുടക്കം എന്തായാലും പൊള്ളിച്ചിട്ടുണ്ട്. ശരിയായൊരു സിനിമ ഇറങ്ങിയിട്ടായിരുന്നു തുടക്കം. ഇപ്പോൾ പിള്ളേർക്കൊക്കെ വെക്കേഷനാണെന്ന് തോന്നുന്നു. ഞാൻ പോയ തിയേറ്ററിൽ ഫുള്ള് ജെൻസി, ഒരു 99 അല്ലെങ്കിൽ മുഴുവൻ. ഞാൻ അതെന്താണെന്നറിയില്ല, അത് ആ ഒരു ഷോയ്ക്ക് ഫുള്ള് പിള്ളേർ, മറ്റേ ബാഗി പാൻറ്റും മറ്റേ വലിയ പാൻറ്റൊക്കെ ഇട്ടിട്ടുള്ള പിള്ളേരത് ഫുള്ള്. എന്നെക്കാളും പ്രായമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റ് കയറാൻ നിൽക്കില്ല ഫ്രണ്ടിൽ, അയാൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. മറ്റേ ജഗതി മറ്റേ മീമിലിരിക്കില്ല, അതുപോലെയാണ് ഞാനിരുന്നത്. എന്താണെന്ന് അറിയില്ല, ഫുൾ പിള്ളേരായിരുന്നു. ഇല്ല കോളേജ് വിട്ട് വന്നാണോ അങ്ങനെ അറിയില്ല, അതായിരുന്നു അവസ്ഥ. അത് വാഴ 2 ആണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് ഈ ആഴ്ച. പിന്നെ നമ്മുടെ കുറേ സീരീസ് റണ്ണിങ് ആണ്. ഇനി ഒരു ലോഡ് സീരീസ് വരുന്നുണ്ട്, ഇനി ഒരു ലോഡ് സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു അവർ റിവ്യൂ സെക്ഷൻ, റിവ്യൂസ് ഓഫ് ദ വീക്ക്. ഈ 2026 ഒരു 2 കിഡിലൻ സിനിമകളാണ് ഞാൻ കണ്ടത്. ഒന്ന് പ്രൊജക്ട് ഹെയിൽ മേരി, പിന്നെ ഒന്ന് ഇത് വാഴ 2. ഇത് രണ്ടും ചുമ്മാ മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമകൾ. അതായത് ഒരാവശ്യമില്ല. എനിക്കാണ് ഈ കരച്ചിലുള്ള സിനിമകൾ സംഭവം ശരിക്കും പറഞ്ഞാൽ അടിപൊളി സിനിമകൾ, നമ്മളിലുള്ള ഇമോഷൻസൊക്കെ പുറത്ത് കൊണ്ടുവന്ന് നമ്മളിലേക്ക് ആകെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സിനിമകളാണ് ആക്ച്വലി നല്ല സിനിമകൾ. പക്ഷേ എനിക്കെന്തോ ഈ കരച്ചിലുള്ള സിനിമകൾ എനിക്ക് കാണാൻ ഒട്ടും താല്പര്യമില്ല. കാരണം നമ്മുടെ ആ ഒരു ദിവസത്തെ മൂടേ പോകും. ഞാനിപ്പോൾ ഇത് കണ്ടിട്ടാണ് വരുന്നത്, വന്നിട്ട് അങ്ങനെ ചൂടോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്ക് വലിയ മൂടൊന്നുമില്ല, ഞാൻ ആകെ ഒരുമാതിരി എന്ത് ചെയ്യാം. സിനിമ കണ്ടു കഴിഞ്ഞിട്ടൊരു ഒന്നും സംസാരിക്കാനൊരു മൂടില്ല, ഒന്നിനൊരു മൂടില്ല, അങ്ങനെ ഒരു നിർത്തൽ. എൻ്റെ മോനെ ക്ലൈമാക്സിൽ ആ മറ്റേ കൂടെ പിറന്നോടെന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇട്ടിട്ടൊരു പരിപാടിയുണ്ട്, എടുത്ത് എറിഞ്ഞു കളഞ്ഞു. എൻ്റെ അടുത്തിരിക്കുന്നവരും കരിയുക, എൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവരും കരിയുക, ഞാനും കരിയുക. ആകെ ഒരു വൈൽഡ് സീൻ, ഭയങ്കര സൈലൻ്റായി. അതായത് ഏതോ ഒരു തെണ്ടി, എൻ്റെ ഒരു കൂട്ടുകാരൻ തെണ്ടിയുണ്ട്, അവൻ പറഞ്ഞു വാഴ 1 പോലെയല്ല, ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണെന്നാണ് അവൻ പറഞ്ഞത്. അവൻ ഏത് സിനിമയാണോ അവൻ കണ്ടിരിക്കാറില്ല തെണ്ടി. അതുവരെ ഒരു കുറച്ചിങ്ങനെ ഇടയ്ക്ക് കുറേ കോമഡിയൊക്കെ വരും, എന്നാലും സെക്കൻഡ് ഹാഫ് കുറച്ച് സീരിയസ് തന്നെയാണ്. പക്ഷേ അവസാനം ആയപ്പോണ്ടല്ലോ തിയേറ്റർ പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. എന്നിട്ട് ഇതിലെങ്ങനെ നിർത്തി വെച്ചിട്ട് ആ പാട്ട് കഴിഞ്ഞതോടെ ലൈറ്റ് വിട്ടു, ഡയറക്റ്റഡ് ബൈ എഴുതി കാണിച്ചു. പിന്നെ ചെറിയൊരു നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു സീനൊക്കെ ഉണ്ട്. കരഞ്ഞുകൊണ്ട് പോകണ്ട എന്നാ വെച്ചോന്നുണ്ട്. ഈ തിയേറ്ററുകാരാണെങ്കിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആർക്കും ആരുടെയും മുഖം നോക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയായി. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് വാഴ 2. എനിക്ക് പറയാനുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, പിന്നെ നമുക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിപിൻ ദാസിൻ്റെ സിനിമയാണ്, അറിയാലോ. പുള്ളി റൈറ്റ് ചെയ്ത സിനിമയാണ് ജയ 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 ഹേ. പിന്നെ അന്താക്ഷരി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ സൈജു കുറുപ്പിൻ്റെ ഒരു സിനിമയുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഒരു ബുള്ളറ്റിൻ്റെ ഒക്കെ ഒരു കത്തിച്ചിട്ട് ബുള്ളറ്റിൻ്റെ ഒരു സംഭവം. അതായത് അങ്ങനെ ഒരു തല്ലിപ്പൊളി സിനിമ, പക്ഷെ നൈസ് മൂവിയാണ്. OTT-ലാണ് വന്നത് തോന്നുന്നു, തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ OTT-ലാണ്. കിട്ടില്ല സിനിമയാണ് ആക്ച്വലി. മോശമൊന്നുമില്ല, ഭയങ്കരമല്ല എന്നാൽ മോശമൊന്നുമില്ല സിനിമയാണ്. ഇതെന്താ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം, ചെയ്തില്ലാന്ന് തോന്നുന്നു. ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല, കുറച്ച് മുന്നെയാണ്. അപ്പോൾ അതും പുള്ളി എഴുതിയതാണ്. പിന്നെ അവസാനം നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിൽ, അതായത് ഇപ്പം എല്ലാവരും പറയുന്നു വാഴ 2 ആണ് വാഴ 1-നേക്കാളും നല്ലതെന്ന് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലം നടയിലാണെങ്കിൽ OTT ഇറങ്ങിയപ്പോൾ ഊക്കോട് ഊക്ക്. ഇതിനാണോ അത് 50 കോടി അങ്ങനെ എന്തോ ആയില്ലേ, 150 തോന്നുന്നു.
അപ്പോൾ ഇതിനാണ് ഇത്ര വലിയ കളക്ഷൻ കിട്ടിയത്, ഓ ഇതെന്താ ഇതിലെവിടെ കോമഡി. പക്ഷെ ഉണ്ടല്ലോ, ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ കണ്ട ഒരു തിയേറ്റർ ഉണ്ട്, എൻ്റെ മോനെ അവിടെ ഫുൾ ഫാമിലി ആയിരുന്നേ. എന്തോ ഒരു വെക്കേഷൻ്റെ സമയത്തോ എന്തോ ആയിരുന്നു, ഫുൾ ഒരു ഫാമിലി പരിപാടി. ചിരിച്ച് മറിഞ്ഞു. ഈ നിഖില വിമൽ വരുമ്പോൾ അഴകിയ ലൈല ഒരു പാട്ട് വരും. ആ പാട്ട് എന്തിനാണ് നിഖില വിമൽ വരുമ്പോൾ ഇടുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ആ പാട്ടിട്ടപ്പോൾ എല്ലാവരും ഒരേ ചിരിയായിരുന്നു, ഞാൻ ചിരിച്ചു. പിന്നെ അത് OTT കാണുമ്പോൾ എന്താണ് ഈ പാട്ടും ഇവിടെ ആയിട്ട് ബന്ധം എന്ന് എനിക്കെന്തെങ്കിലും ഞാൻ മിസ്സായി പോയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ OTTയിൽ കണ്ടിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു സംഭവം. പക്ഷേ തിയേറ്ററിൽ ചിരിച്ച് മറിയായിരുന്നു ആൾക്കാർ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമ, അതും അടിപൊളി സിനിമയായിരുന്നു തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ. പിന്നെ എല്ലാവരും OTT ഇറങ്ങിയപ്പോൾ ഇതാണ് ഇതിലെവിടെ കോമഡി എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ഊക്കലായിരുന്നു. എയറിലൊന്നും പോയില്ല, പക്ഷെ എന്നാലും എല്ലാവരും ഇരുന്ന് ഊക്കലായിരുന്നു. അത് ഭയങ്കര വ്യത്യാസമാണ്. അത് പുള്ളിയുടെ ഒരു റൈറ്റിങ്ങോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സിറ്റുവേഷണൽ കോമഡി, പിന്നെ ഈ ആക്ടേഴ്സൊക്കെ കയ്യിൽ നിന്ന് എടുത്ത് ഇടുന്ന പോലത്തെ. ജോമൻ ജ്യോതിറായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ കിടിലൻ. പുള്ളി ഒരു പ്രേമിക്കുന്ന ഒരാളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള മറ്റേ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അത് തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതൊരു സിറ്റുവേഷണൽ കോമഡി പോലെ, കോമഡിക്ക് വേണ്ടിയുള്ള കോമഡി ഇല്ല, എന്നാൽ ആ ആക്ടേഴ്സ് അവരായിട്ട് തന്നെ അഭിനയിക്കുക, ആ ഒരു പരിപാടിയില്ലേ, അങ്ങനെ ഒരു പരിപാടി. ആ ആക്ടേഴ്സായിട്ട് തന്നെ അവരുടെ സ്റ്റൈലിൽ കൗണ്ടർ പറയുക, പിന്നെ ഒരു സിറ്റുവേഷണൽ കോമഡി, അങ്ങനത്തെ പരിപാടി. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് പുള്ളിയുടെ റൈറ്റിങ്. ഇപ്പോൾ ജയ ഹേ ആണെങ്കിൽ എല്ലാവരും പറയും, ഓ പുതിയ സിനിമകളിലൊന്നും റിപ്പീറ്റ് വാല്യൂ ഇല്ല, റിപ്പീറ്റ് ഞങ്ങൾ പണ്ടത്തെ മറ്റേതാണ് കല്യാണരാമനാണ് ഞങ്ങൾ റിപ്പീറ്റ് വാല്യൂ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ, ഇങ്ങനത്തെ ഫൺ ടു വാച്ച് സിനിമകളുണ്ട്. അതിൻ്റെ കോമഡി സീൻസും മറ്റേ പരിപാടിയൊക്കെ എപ്പോഴും റിപ്പീറ്റ്. ഞാനൊക്കെ ജയ ഹേൻ്റെ യൂട്യൂബിൽ കുറേ കോമഡി സീൻസ്, യൂട്യൂബിൽ തന്നെയല്ലേ കോമഡി സീൻസ് ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണലുണ്ട്. നൈസ് കോമഡീസാണ് അതിലുള്ളത് ജയ ഹേയിൽ. സോ അങ്ങനെ ഒരു എന്താ പറയുക, കൊളുത്തും. പക്ഷെ പുള്ളിയുടെ അങ്ങനെ കൊളുത്താതെ ഇരുന്നിട്ടുമില്ല തിയേറ്ററിൽ. ആകെ ഈ സീരിയസ് ആക്കി എടുത്ത അന്താക്ഷരി മാത്രമാണ് അത് തിയേറ്ററിൽ ഇറങ്ങാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബട്ട് പുള്ളിയുടെ ഇപ്പോൾ ജയ ഹേ ആയാലും ഗുരുവായൂരമ്പലം നടയിൽ ഹിറ്റായിരുന്നു. വാഴ 1 പുള്ളി റൈറ്റ് ചെയ്തതാണ്, അതും ഹിറ്റായിരുന്നു. അപ്പം അതിന് ശേഷമാണ് വാഴ 2 ഇറങ്ങിയത്. നോക്കിക്കോ, ഞാൻ എഴുതി ഇവിടെ വെച്ച് തരാം. ഇതും OTTയിൽ ഇറങ്ങുമ്പോൾ കുറവന്മാർ പറയും ഇതിലെവിടെ കോമഡി, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഉറപ്പായിട്ട് പറയും. നോക്കിക്കോ, ഉറപ്പ്, അത് എന്തായാലും പറയും. ഇതാണോ ജെൻസി കോമഡി, ഉറപ്പായിട്ട് പറയും. ഞാൻ അന്ന് കണ്ട തിയേറ്റർ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ജെൻസി ക്രൗഡായിരുന്നു. അതെന്താണെന്നറിയില്ല. ഫസ്റ്റ് ഷോയ്ക്കാണ് പോയത്, അപ്പോൾ ഞാൻ മാറ്റിനിക്കാണ് പോയത്. ക്ലാസ് കട്ട് ചെയ്ത് എല്ലാവരും കൂടി, ഇപ്പോൾ കോളേജ് ഇല്ലല്ലോ, അപ്പോൾ ഇനി വല്ല കോളേജിൽ നിന്ന് എല്ലാവരും കൂടി വന്നതെന്നറിയില്ല. കിട്ടില്ല ക്രൗഡായിരുന്നു. ലൈക്ക് ആ ഓരോ കാര്യത്തിനുള്ള എന്താ പറയുക റിയാക്ഷൻ ആയിക്കോട്ടെ, ക്രൗഡ് റിയാക്ഷനും പരിപാടികളും എല്ലാം നൈസായിരുന്നു. ഐ ഓൾസോ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. ലൈക്ക് നല്ലൊരു ഡീസൻറ്റ് ക്രൗഡ്, ആവശ്യത്തിനും അത് ചിരിക്കുക, മറ്റേ കമൻ്റ് അടി അതൊന്നുമില്ല, നൈസ് ക്രൗഡായിരുന്നു. സോ ഐ എൻജോയ്ഡ് എ ലോട്ട് ആക്ച്വലി വാഴ 2. എല്ലാവരും ഇപ്പം തന്നെ വാഴ 1 കളക്ഷനൊക്കെ കഴിഞ്ഞു. മിക്കവാറും 100 കോടിയൊക്കെ സിമ്പിളായിട്ട് അടിക്കും. കാരണം വെക്കേഷനാണ്, വേറെ ഇനിയിപ്പോൾ സിനിമകളൊന്നുമില്ല. അടുത്ത ആഴ്ച സിനിമകൾ വരുന്നുള്ളൂ. ഇനി അടുത്ത ഏതാ വരുന്നത്, പള്ളിച്ചട്ടമ്പിയാണെന്നോ 9-ാം തീയതി, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഫണ്ണായിട്ടുള്ള സംഭവം, ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ പിള്ളേർക്ക് കാണാൻ പറ്റിയത്, അതായത് ഇതിനേക്കാളും നല്ലൊരു ജെൻസി പരിപാടി പിടിച്ചൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ആലപ്പുഴ ജിംഖാനയാണ് കുറച്ചിങ്ങനെ പിള്ളേരുടെയൊക്കെ ഒരു കഥ. ഇതൊരു ക്രിഞ്ചി ഫസ്റ്റായിരുന്നു. എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്, എല്ലാവരും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ബട്ട് ദിസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതായത് സ്കിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, ഒരു ബ്രിട്ടീഷ് സീരീസാണ്. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു സംഭവം, പിന്നെ സെക്കൻഡ് സീസൺ പോലെയുണ്ട്. ഫസ്റ്റ് സീസണിൽ മുഴുവൻ ഒരു കൂട്ടുകാരുടെ ഒരു
ഒരു കൂട്ടം ആൾക്കാരുടെ കഥ, ഒരു പിള്ളേരുടെ കഥ. സെക്കൻഡ് സീസണിൽ വേറൊരു കൂട്ടുകാരുടെ. അപ്പോൾ അതായത് അവരുടെ കഥ കഴിഞ്ഞു. അതുപോലെ വേറൊരു ആൾക്കാരുടെ കഥ. ആക്ച്വലി ആ ഒരു സംഭവമാണ് ഇതിലും. ഫസ്റ്റിൽ ഒരു 90s കിഡ്സിൻ്റെ ഒരു പ്രശ്നങ്ങളും അവരുടെ എന്താണ് ഫോഴ്സ് ചെയ്യുന്നു, പഠിക്കാൻ ഫോഴ്സ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. ഇവിടെ ആകുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ, ഈ ജനിച്ച പിള്ളേരുടെ, ഈ 2000-ന് ശേഷമുള്ള ജനിച്ചിട്ടുള്ളവരുടെ UK പോകണം, UK പോയ കഷ്ടപ്പാട്, അത് ഇത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പോൾ കാണിക്കുന്നു. ആക്ച്വലി ഇതൊരു നല്ലൊരു ഫ്രാഞ്ചൈസിയാണ്. ഇനിയിപ്പോൾ അടുത്ത ഏതാ ജെൻ ബീറ്റയാണോ, ഇനി അവരെയൊക്കെ 10ാം ക്ലാസ് എത്തുമ്പോൾ ഇത് അടുത്തത് എടുക്കുക, വാഴ 3rd പാർട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിലും വല്ല ഇതുപോലത്തെ കഴിവുള്ള പിള്ളേർ വരുമ്പോൾ അവരിനെ വിളിച്ചെടുക്കുക. അതിപ്പോൾ എന്താ പറയുക, ഈ സ്കൂൾ പരിപാടി നമുക്ക് എത്ര ഉണ്ടായാലും മതിയാവില്ല. അത് എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അത് ഇപ്പോൾ ഇത് വാഴ 2 ആണ്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഈ മറ്റേ 90s പറയും, ഇതൊക്കെയാണോ സ്കൂൾ ലൈഫ്, അതൊക്കെ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് എന്ന് അവർ പറയും. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഇങ്ങനത്തെ ഈ സ്കൂൾ ലൈഫും അവരുടെ ആ ഒരു സംഭവം ബേസിക്കലി എല്ലാവരുടെ സ്കൂൾ ലൈഫും ഒരേപോലെ തന്നെ. എന്തെങ്കിലും ഒരു ചെറിയൊരു പെണ്ണേഴ്സ് ഉണ്ടാവും, ആ പെണ്ണേഴ്സിന് വേണ്ടി ഒരു അടി കൂടുമ്പോൾ സസ്പെൻഷൻ കിട്ടും, പിന്നെ കുറച്ച് അത് ചെയ്യും, പിന്നെ ടീച്ചർമാർക്ക് കലിപ്പുണ്ടാവും. ഒരു കലിപ്പ് സാറ് എല്ലാ സ്കൂളിലും ഉണ്ടാവും, എല്ലാവരും അനാവശ്യമായിട്ട് അടിക്കണ ഒരു തെണ്ടി എല്ലാ സ്കൂളിലും ഉണ്ടാവും. എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു. പണ്ട് നമുക്ക് ഇതിന് പ്രതികരിക്കാനൊന്നും അറിയില്ലല്ലോ, കിട്ടിയ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ സാറെ തല്ലിണ് എന്ന് ചോദിക്കാൻ അന്ന് ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ ഉണ്ട് എന്നല്ല, എന്നാലും അന്ന് അത്രയും പോലും ഇല്ല. എന്തിനാണോ എന്നെ അടിക്കരുത് എന്ന് ചോദിക്കണമെന്ന് അന്ന് ആ ഒരു ബോധം പോലും ഇല്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ അടിയൊക്കെ നമ്മൾ വാങ്ങിച്ച് കൂട്ടുന്നത്. അപ്പോൾ അതാണ് ബേസിക് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ജെൻസി ആയാലും 80s അല്ല 90s ആയാലും ഇനിയിപ്പോൾ പുതിയ പിള്ളേരായാലും എല്ലാം സെയിം തന്നെ. ഈ അന്ന് വേറെ എന്തെങ്കിലും സിഗരറ്റ് വലിക്കലും കഞ്ചാവായിരിക്കും, ഇന്നിപ്പോൾ ഒരു MDMA ബാക്കിയുള്ളതായിരിക്കും. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും വേരിയേഷൻസോ എന്തെങ്കിലും ആയിരിക്കും. അത്രേ ഉള്ളൂ. സംഭവമൊക്കെ സെയിം തന്നെ. ലഹരി ഉണ്ടോ അന്നും ഉണ്ട്, ഇന്നും ലഹരി ഉണ്ടോ ഇന്നുണ്ട്, ഇനി ഭാവിയിലുണ്ടോ അതും ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാം. പണ്ട് കള്ളു കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഇപ്പം അത് ഇങ്ങനത്തെ ഒരു സംഭവമായി. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് മാത്രമേ മാറുന്നുള്ളൂ. ബേസിക് കഥയെല്ലാം സെയിം തന്നെ. പിന്നെ ഒരു പ്രണയം ഉണ്ടാവും, അത് പൊളിയും, പിന്നെ അത് ചേരും, പിന്നെ വേറൊരു റിലേഷനിൽ പോവും. അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ബേസിക്കലി ഈ എല്ലാവരും ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് ഇപ്പോൾ സിനിമ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ സിനിമ തന്നെ പറഞ്ഞാൽ എത്ര ഉണ്ട്. ഇന്നാളിറങ്ങി വിത്ത് ലവ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് തമിഴിലെ. ഞാൻ പോയി കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അതിലെ സ്കൂൾ പാർട്ടാണ് അതിലേറ്റവും അടിപൊളി. അതുപോലെ എന്ത് സിനിമ ഉണ്ടെങ്കിൽ അതിലൊരു സ്കൂൾ പാർട്ട് ഉണ്ടെങ്കിൽ ഇതിൽ വി ക്യാൻ ഈസിലി റിലേറ്റ് ടു ഇറ്റ്. അത് നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ഒരു ദുഷ്ടനായിട്ടുള്ളൊരു സാറ്, ഒരു പാവമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാറ്, പിന്നെ ക്ലാസ്സിലിങ്ങനെ കുറേ പ്രേമിച്ച് നടക്കുന്നവർ, അടികൂടാൻ നടക്കുന്നവർ, ബാക്ക് ബെഞ്ചേഴ്സ്, ഇതൊക്കെ തന്നെ. ഇപ്പോൾ കുറേ പഠിപ്പി, ഇതൊക്കെ തന്നെ അല്ലേ എല്ലാവരും ഉള്ളത്. ആ ഒരു ഇത് മാത്രം മാറുന്നുള്ളൂ. ഉപയോഗിക്കുന്ന സാധനങ്ങളും ബാക്കിയുള്ള പിള്ളേരുടെ വർത്താന രീതിയും മറ്റേതൊക്കെ മാറുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെ ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് ആ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കരിക്കിൻ്റെ എടുത്താലും കരിക്കിൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ യൂട്യൂബ് വീഡിയോ ഏതാ? ആ +2ൻ്റെ ആ ഒരു പരിപാടിയല്ല. സോ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനത്തെ സ്കൂളിൻ്റെ പരിപാടി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നൈസ്. ഓക്കെ, അതേതാണ് സമന്തിൻ്റെ ജീവൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഇത് നീതാനേൻ പൊൻവസന്തമാണെന്ന് തോന്നുന്നു. അതെ, അതിലൊക്കെ എങ്ങനെയാണ് സ്കൂളിൻ്റെ ആ സിനിമയിൽ തന്നെ സ്കൂളിൻ്റെ പാർട്ടാണ് അതിലേറ്റവും അടിപൊളി. ലൈക്ക് അവരുടെ ആ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ. സോ അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. അപ്പോൾ അതുതന്നെയാണ് ഇതിലും. മറ്റേ വാഴൻ്റെ ഫസ്റ്റ് പാർട്ട് പോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്കൂള്, കോളേജ്, പിന്നെ ജോലി, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് നേരെ സ്കൂളും പിന്നെ ചെറിയൊരു അവരുടെ ഒരു വേറൊരു ലൈഫ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരുപാട് ഇങ്ങനെ ജേണി ആയിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഈ വാഴ ഫസ്റ്റിൽ സെക്കൻഡിൽ ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡിങ് ഇല്ല. ലൈക്ക് നമ്മൾ എന്തൊക്കെ അതിജീവിച്ചു എന്ന് പറഞ്ഞാലും
ഇതൊക്കെ തന്നെ ഇനിയും മുന്നോട്ട് പണികൾ തന്നെ ഇനിയും വരാൻ പോകുന്നത്. അത് പറയാതെ പറയില്ലേ. ലൈക്ക് ഇപ്പോൾ വാഴ ഫസ്റ്റിൽ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും. ലൈക്ക് ഒരു കൃഷി തുടങ്ങും, ആ കൃഷി ഒരു വെള്ളം വന്നിട്ട് ഇങ്ങനെ അതല്ലേ ഇങ്ങനെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇനിയും തന്നെ അവസ്ഥ അതുപോലെ ഇതിലും. ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വന്നു എന്നല്ലാണ്ട് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റമൊന്നുമില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് എന്താ പറയുക, ലൈഫ് ഓഫ് മിഡിൽ ക്ലാസ് ബോയ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ബോയ് ഓർ ഗേൾ എന്ന് പറയില്ല, അതന്നെ അതങ്ങനെ കണ്ടിന്യൂ ആവും. ഇനിയും പണിയും ഇനിയും കഷ്ടപ്പാടും ഇനിയും ദുരിതം തന്നെ. ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല, ഒന്നിച്ചതേ ഉള്ളൂ. ഇനി ഒരുമിച്ച് ദുരിതം അനുഭവിക്കുക അല്ലാണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയില്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവരും ഭയങ്കര ഹോപ്പ് കോർ, മറ്റേ പഠിച്ച IAS ആയി, നാളെ IAS ആയി, മറ്റന്നാ കലക്ടർ, ആ ഒരു പരിപാടിയില്ലേ. അത് ഒരു റിയാലിറ്റി ഇവിടെയാണെങ്കിൽ അത് ഇവിടെയാണ്. അങ്ങനെ ഒരു വ്യത്യാസമാണ് ആക്ച്വലി. സോ അതൊന്നും ഇല്ലാണ്ട് മര്യാദയ്ക്കുള്ള പോലെ കാണിക്കുമ്പോൾ വി ക്യാൻ ഈസിലി റിലേറ്റ്. അത് തന്നെയാണ് ഞാൻ തോന്നുന്നത്. എനിക്കും ഈ വാഴ സിനിമകളൊക്കെ ഹിറ്റാവാനുള്ള കാരണവും അത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരാളും വിചാരിച്ചില്ല, ഞാൻ പോലും വിചാരിച്ചില്ല ഇത് ഹിറ്റാവുന്നു. ഹാഷറും പിള്ളേരും ഉള്ളതുകൊണ്ടല്ല. കാരണം ഇപ്പം എന്താ പറയുക, ഒരു പാർട്ട് എടുത്തു, അത് ഹിറ്റായി എങ്ങനെയോ. അപ്പോൾ അത് ഇനി വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ ഒരു വേറെ സ്റ്റാൻഡ് അലോൺ മൂവി ആണെങ്കിലും ഇറ്റ് വിൽ വർക്ക്. അല്ലാണ്ട് ഇതിപ്പോൾ വാഴൻ്റെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ടൊന്നുമല്ല ഇത് ഭയങ്കര ഹിറ്റ് ആവുമെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആണെങ്കിൽ ഇറ്റ് വിൽ വർക്ക്. കാരണം അതിൽ ഇവരുടെ ആ ഒരു സിങ്ക് ഉണ്ടല്ലോ, ആ ഒരു സിങ്കൊന്നും ഫസ്റ്റ് പാർട്ടിലൊന്നും ഇല്ല. ഇവരുടെ വർത്താനവും മറ്റേ പരിപാടിയൊക്കെ അത്രയും സിങ്കിലാണ്. മേ ബി അവർ റിയൽ ലൈഫിലും ഈ ഫ്രണ്ട്സ് ആകുമ്പോൾ അവർ സംസാരിക്കുന്ന രീതിയൊക്കെ സെയിം ആയതുകൊണ്ടായിരിക്കാം. അത് നമുക്ക് ഇപ്പോൾ ഇവർ ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലായി. ലൈക്ക് അവരുടെ ആ ഒരു സിങ്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇതെന്താ ഇവർ ഇങ്ങനെ, അങ്ങനെ ഒരു ചോദ്യമേ നമ്മുടെ മനസ്സിലില്ല. ഇവർ മറ്റേ ടീംസ്, ആ ഒരു പരിപാടി തന്നെ. അത് നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇഷ്ടംപോലെ കണ്ടതുകൊണ്ടായിരിക്കാം. അലനാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ചങ്ങായി കിഡിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹഷറും നൈസാണ്, എല്ലാവരും വിനായകായാലും അലനായാലും അജിനായാലും എല്ലാവരും നൈസ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അലനാണ്. ലൈക്ക് ക്രേസി, ഔട്ട് ഓഫ് പാർക്ക്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു അലൻ്റെ അഭിനയം. ലൈക്ക് അഭിനയിക്കാൻ കുറേ സന്ദർഭങ്ങളുണ്ട് അലന്, കുറേ ഇമോഷണൽ സീൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്നാലും അലൻ്റെ ആക്ടിങ് ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ഇവർക്ക് അതാണ് ഞാൻ പണ്ടുതൊട്ടേ പറയാറുണ്ട്, ഈ വെറുതെ കുറേ നായികമാരനെയൊക്കെ ചുമ്മാ വെറുതെ ഈ അഭിനയിക്കാൻ വേണ്ടി എടുക്കില്ലേ, അവരിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർ മറ്റേ ആ പ്രതിഫലം ചോദിച്ചു, അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു, ആ ഡിമാൻഡ് 5 കാരവാൻ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ വരില്ലേ. നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്ന് നോക്ക്. ലൈക്ക് പീപ്പിൾ ആർ റിയലി ആക്ടിങ് ഓൺ ദാറ്റ് ആപ്പ്. അതും ആക്ടിങ് ഒക്കെ തന്നെ, ഇത് തന്നെയാണ് ആക്ടിങ്. ഇതിലിപ്പോൾ മറ്റേ സിനിമ ക്യാമറ വരുമ്പോൾ എവിടെ നോക്കണം അവിടെ നോക്കണം എന്നുള്ള ബേസിക് സംഭവം മാത്രം ഒന്ന് പഠിപ്പിച്ച് വിട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അതിപ്പോൾ നായികൻ്റെ കാര്യം ഞാൻ അന്ന് ഏതോ ഒരു വീഡിയോയിൽ എന്തിലോ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് പിള്ളേരുടെയും ചെക്കന്മാരുടെയും കാര്യം. ഇഷ്ടം പോലെ എത്ര പേര് ആ പാൻ ഇന്ത്യയിലെ ആ ചങ്ങായി, ആ ഒരു തടിച്ച ചങ്ങായി ചെറിയൊരു റോളുണ്ട് ഇതിൽ. കിടല്ലേ അത് കാരണം. അതായത് ഈ ഓരോ ആൾക്കാർ തിയേറ്ററിൽ വരുമ്പോഴും ഭയങ്കര കയ്യടിയും ഭയങ്കര അങ്ങനെയൊക്കെ വല്ല പറച്ചിലൊക്കെ ആയിരുന്നു ഞാൻ കണ്ട തിയേറ്ററിൽ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഒരു സംഭവം മിസ്സാക്കിയിട്ടില്ല. പീപ്പിൾ വർ ലോക്ക്ഡ് ഇൻ. എല്ലാ പിള്ളേരും ലോക്ക്ഡ് ഇൻ ആയിരുന്നു. ഒരു ആൾ എക്സ്ട്രാ വന്നു അങ്ങനെ ഒരു ലെവലിലായിരുന്നു സിനിമ കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചായി ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ട്. സോ ഞാൻ എപ്പോഴും ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകുമ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഐ ഹേറ്റ് ഇറ്റ് ആക്ച്വലി. ബട്ട് പോയി റിവ്യൂ എടുക്കേണ്ടതെന്ന് കൊണ്ടാണ് പോകുന്നത്. ആദ്യം തന്നെ പോയി കണ്ടിട്ട് റിവ്യൂ പറയുക എന്നുള്ള രീതിയിൽ. ബട്ട് ഇത് ഞാനിപ്പോൾ എപ്പോഴാണ് കണ്ടത്,
ചൊവ്വാഴ്ചയാണ് കാണുന്നത്. സോ ആക്ച്വലി എന്താ പറയുക, കുറച്ച് ദിവസമായി സിനിമ ഇറങ്ങിയിട്ടും, 4 ദിവസമായി. അപ്പോൾ ഹിറ്റായിരുന്നു എല്ലാവരും അറിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇങ്ങനത്തെ സിനിമകളൊന്നും ഫസ്റ്റ് ഷോ വേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ഒരു പാക്ഡ് ഹൗസിൽ, അതും ഇങ്ങനത്തെ ഒരു യങ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാനാണ് ആക്ച്വലി രസം. സോ അതാണ് സംഭവം. പിന്നെ എനിക്കൊരു വീക്ക് പാർട്ടായിട്ട് ചെറുതായിട്ട് തോന്നിയത് അൽഫോൻസ് പുത്രൻ വന്നിട്ടുള്ള ആ ഒരു, അതായത് ഒരു ഇവരുടെ ആർഗ്യുമെൻറ്റിന് ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് പോലെ ഓരോ പറയുന്ന കാര്യങ്ങൾ സൗണ്ട് സില്ലി, ലൈക്ക് കോമഡി പോലത്തെ ഒരു സംഭവമാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു പാർട്ട് മാത്രമേ എനിക്ക് ചെറിയൊരു ഒരു സിനിമയിൽ മൊത്തത്തിലൊരു വീക്കായി തോന്നി. പിന്നെ ഒന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ സിനിമ സീരിയസ് ആയപ്പോൾ വേറെ തന്നെ ഒരു ട്രാക്കായി. എൻഡിങ് വാസ് ലൈക്ക് ഇപ്പം, അതായത് എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇപ്പം എനിക്ക് ബ്രദറോ സിസ്റ്ററോ ഒന്നുമില്ല. സോ എനിക്ക് അത് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും അങ്ങനെ അങ്ങോട്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അച്ഛൻ മകൻ്റെ ആ ഒരു സംഭവം. ബിജുക്കുട്ടനൊക്കെ ഏത് സീന്, ഈ കോമഡി ആക്ടേഴ്സ് ഉണ്ടല്ലോ, കോമഡി ആക്ടേഴ്സിനെ പിടിച്ചിട്ട് സീരിയസ് റോളിലിട്ടാണല്ലോ പൊളിച്ചിരിക്കും. അതാണ് ചരിത്രം. സുരാജായാലും ഇപ്പോൾ ആരാണ് എല്ലാവരും. ബിജുക്കുട്ടനൊക്കെ ഏത് സീന്, അതായത് അച്ഛൻ മകൻ ഒരു റിലേഷൻ, ഏട്ടൻ അനിയത്തി ഒരു റിലേഷൻ, ഏട്ടൻ അനിയൻ ഒരു റിലേഷൻ, ഇവരുടെ എല്ലാവരും കൂടി ഒരു മോണിറ്റൈസ് പോലെ ഒരു പരിപാടി ഉണ്ട് ലാസ്റ്റ്. ആലോചിക്കാൻ തന്നെ വയ്യ. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണൽ റോളർ കോസ്റ്റർ. സോ ഇതാണ് എൻ്റെ വാഴ 2 റിവ്യൂ, ലൈക്ക് ഡബിൾ തംസ് അപ്പ്. വിപിൻ ദാസ് ഈസ് കണ്ടിന്യൂ ഹിസ്, എന്താ പറയുക, മറ്റേ ഒരു കുതിരൻ്റെ ഒരു മീമില്ലേ, ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തൊട്ട് എല്ലാം ആ ഡ്രാഗൻ്റെ ഒരു മീമില്ലേ, 3 കിട്ടില്ല എന്നിട്ട് അത് വേണമെങ്കിൽ കിട്ടാം, 3 കിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് ഏതാണാവോ നോക്കിയില്ല. അപ്പം അതാണ്, അതും കൂടി കിട്ടില്ലായ ഇനിയിപ്പോൾ ഏതാ. അപ്പം ഹാട്രിക്കും റൈറ്റിങ്ങിലും ഇവിടെയും ഹാട്രിക്ക് അവിടെയും ഹാട്രിക്ക്. പോളി. വിപിൻ ദാസിൻ്റെ കാലമാണ് ആക്ച്വലി ഇത്. ഡയറക്റ്റ് ചെയ്ത ആ ചങ്ങായും നൈസാണ്. പുതിയ എനിക്ക് തോന്നുന്നു ഇവരുടെ വല്ല അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ലൈക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു സ്ലോ ആവേ അല്ലെങ്കിൽ റിപ്പീറ്റ് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കും. ഇതിപ്പോൾ അതൊന്നുമില്ല. പിന്നെ ആദ്യം കാണിച്ച സീനുകളിനെ കണക്ട് ചെയ്തൊരു രീതിയുണ്ട്. പൊളി. അതായത് ആദ്യം കുറച്ച് കാണിച്ചിട്ട് ആ സീന് കുറച്ചിങ്ങനെ ബ്രേക്ക് ചെയ്ത് വിടും, പിന്നെ കുറച്ച് സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ സ്കിപ്പായ പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അത് ലാസ്റ്റ് കാണിക്കും. അപ്പോൾ നമ്മൾ ഇത് മറ്റേ സീന് എന്നുള്ള ആ ഒരു കണക്ഷൻ കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ. റിയലി നൈസ് ആക്ച്വലി. സോ ദാറ്റ്സ് ഇറ്റ്, ഡബിൾ തംസ് അപ്പ്. ഇനി അടുത്തത് ഒരു റിവ്യൂ അല്ല, ഒരു കണ്ട് ഞെട്ടി പണ്ടാരം അടങ്ങിയ ഒരു സാധനം. നമ്മളറിയാമല്ലോ, നമ്മുടെ ഒരു അവസ്ഥ അറിയാമല്ലോ, നമ്മൾ സീരീസ് ഈ ആഴ്ച ഇറങ്ങിയ സീരീസിൻ്റെ റിവ്യൂ പറയാറില്ല. എന്തെങ്കിലും ഞെട്ടിത്തരിക്കുന്ന എന്തെങ്കിലും കണ്ടാൽ മാത്രമേ പറയാറുള്ളൂ. ഇൻവിൻസിബിൾ ആരെയും കാണണ്ടോ? 5ാമത്തെ എപ്പിസോഡ് എൻ്റെ മോനെ ഏതാ സീനറിയോ? അതായത് ഞാൻ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റീൽസ് വെറുതെ കണ്ടിട്ട് എന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെ ഇതിൽ ഫുള്ള് എന്താ ഇവിടെ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസ്. ഇൻവിൻസിബിളിൻ്റെ 5th എപ്പിസോഡ് സ്പോയിലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. ലൈക്ക് എപ്പോഴും അങ്ങനെയാണ് ഈ ഇൻവിൻസിബിൾ കാണാത്തവർക്കാണ്. മാർക്ക് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ ഉണ്ട്. ഓക്കെ, ഇൻവിൻസിബിൾ എന്നാണ് പുള്ളിയുടെ പേര്. എപ്പോഴും കുറേ വില്ലന്മാർ വരും. അത് വില്ലന്മാർ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു സീസണിൽ ഒരു വില്ലൻ, ഓരോ എപ്പിസോഡിൽ ഓരോ വില്ലൻ വെച്ച് വരും. അതായത് ഒരു എപ്പിസോഡിൽ തന്നെ 2 വില്ലന്മാരുണ്ടാവും. ഒരാൾ ചിലപ്പോൾ കൊല്ലും, ഒരാൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവും, ഒരാൾ ചിലപ്പോൾ പിടിച്ച് ജയിലിലിടാൻ എന്തെങ്കിലും. ഈ രക്ഷപ്പെട്ട് പോയവരെ നമ്മൾ ആലോചിച്ച് വെക്കണം. അവൻ പിന്നെ വരും, അവൻ പിന്നെ ഭയങ്കര സെറ്റപ്പായിട്ട് വരും, വീണ്ടും പിന്നെ അടിക്കും.
പിന്നെ വിൽട്രുമൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ടീംസ് ഉണ്ട്. ഇവൻ്റെ അച്ഛൻ്റെ ഒമ്നിമാൻ്റെ ഇവൻ്റെ അച്ഛനാണ് ഒമ്നിമാൻ, പുള്ളിയുടെ മകനായതുകൊണ്ടാണ് ഇവനെ ആ പവേഴ്സൊക്കെ കിട്ടുന്നത്. ആ ഒമ്നിമാൻ്റെ ഒരു ടീംസ് ഉണ്ട്, വിൽട്രുമൈറ്റ്സും ഉണ്ട്. ഏറ്റാ പള്ളി ഇവരുമാതിരി എന്താ പറയുക, പ്രാന്തന്മാർ, ഇടിക്കുക കൊല്ലുക, ഇതെൻ്റെ ഒരു പണി. ഇടി പറഞ്ഞാൽ ഈ മാർക്ക് ഇടിച്ച് മരിക്കാറാവാത്ത, ഇതിപ്പോൾ 4ാമത്തെ സീസണല്ലേ, 4ാമത്തെ സീസണാണ്. 4 സീസണിലും ഒരു 4 തവണ എന്തായാലും ആയിട്ടുണ്ട്. ഒരു 5-6 തവണ ഹീസ് ഡെഡ്. ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ ഡെഡ്, ഓൾമോസ്റ്റ് ഡെഡ്. കുറേയിലൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ തിരിച്ചു, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇടി പറഞ്ഞാൽ ഇവന് ഇടി കിട്ടാത്ത ഒരു പരിപാടിയില്ല. അപ്പോൾ ഞാൻ ഇത് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഇനി ഇവന് എത്ര ഇടി കൊള്ളാൻ പോകുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ, കാണാൻ വയ്യ. പാവത്തിനിട്ട് ഇടിക്കലടാ തെണ്ടുകളെ എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിന് എത്ര വില്ലന്മാരുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം വില്ലന്മാർ വരും പോവും. പിന്നെ കുറേ ഏതൊക്കെയോ പുതിയ വില്ലന്മാർ വരും. പിന്നെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അവർ ഓരോ എപ്പിസോഡിന് ഇടയിൽ കൂടെ വരും, ഇവനിട്ട് 2 കൊടുത്തിട്ട് അവർ പോവും. എൻ്റെ അമ്മ, അങ്ങനെ ഒരു സീരീസാണ് ഈ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 5ാമത്തെ എപ്പിസോഡ്, 4ാമത്തെ സീസൺ 5ാമത്തെ എപ്പിസോഡ്, കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ചങ്ങായിട്ട്, ഒരു വിൽട്രുമേറ്റ് ആയിട്ടൊരാൾ, സൈസ് ചങ്ങായി, അയാൾ വന്നിട്ടൊരു പരിപാടി ഉണ്ട് മോനെ. കണ്ടു കഴിഞ്ഞാൽ എന്തത്, കുട്ടികൾക്കൊന്ന് നിങ്ങൾ ഇതിൻ്റെയൊക്കെ റേറ്റിംഗ് ഇങ്ങനെയാണ് പോലെ. ഈ 18+ ഒന്നും അല്ല ഇതിൻ്റെ റേറ്റിംഗ്. ഇതിന് 18+ കൊടുക്കണം. ഇതിനൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാവരും കൊടുക്കണമെന്ന് പറഞ്ഞ അവസാനം സെൻസർ ബോർഡ് ഇതിനെയും ബാൻ ചെയ്യുമെന്ന് തോന്നും. കാരണം അങ്ങനത്തെ ഒരു സീനാണ്. ഇതൊന്നും റിയൽ ലൈഫിൽ വരില്ല. ഇത് ഈ അനിമേറ്റഡ് ആയതുകൊണ്ട് മാത്രം ഇവർക്ക് ഇത് എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇനി വേറൊരു വില്ലൻ വരുന്നുണ്ട്, ഗ്രാൻഡ് റീജൻറ്റ് ത്രാഗ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലൻ വരുന്നുണ്ട്. എൻ്റെ അമ്മോ, ഇനി അയാൾ വന്നിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നത്. സോ 8 എപ്പിസോഡ്സാണുള്ളത്, 5 കഴിഞ്ഞു, ബുധനാഴ്ച വരുന്നുണ്ട്. ഇനി എന്തൊക്കെ അത് ഇനി ഇടിയുള്ള ആളില്ല, ഇനി എന്തൊക്കെ സംഭവിക്കുന്നതാവും എനിക്ക് വയ്യത് കാണാൻ. ഇടി കണ്ട് ഒരു മയമില്ലാത്ത ഇടിയാണ്, അതാണ്. സോ ഇഫ് എനിബഡി ഈസ് സ്റ്റിൽ നോട്ട് വാച്ചിങ് ഇൻവിൻസിബിൾ, ഗോ വാച്ച് ഇറ്റ്. നിങ്ങൾ ഈ ജാപ്പനീസ് അനിമയൊക്കെ കാണുന്ന ആളാണെങ്കിൽ യു വിൽ ലൈക്ക് ഇറ്റ്. ലൈക്ക് ചോര കളിയാണ്. ചോര എന്ന് പറഞ്ഞാൽ ചോരയ്ക്ക് തെറിക്കുന്ന ചോരയില്ല, ആ ഒരു സെറ്റപ്പാണ്. ഗോ വാച്ച് ഇറ്റ്. ആൻഡ് ഇഫ് യു ലൈക്ക് വയലൻസ് യു ഷുഡ് വാച്ച് ഇറ്റ്, യു ഷുഡ്. സോ അതാണ് ഇൻവിൻസിബിളിൻ്റെ കാര്യം. ഇപ്പം ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ അന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മോ, എൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു എപ്പിസോഡുണ്ട്, ഒരു സിംഗിൾ ഷോട്ടിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ട്, ഒരു കല്യാണമാണ്. റെഡി ഓർ നോട്ട് സിനിമ കണ്ടിട്ടില്ലേ, അതിനെ പിടിച്ചിട്ട് അതിങ്ങനെ ഒരു കൾട്ട് അങ്ങനത്തെ പരിപാടി. ഇത് അങ്ങനത്തെ അല്ല, ഇത് ഒരു പക്ക ഒരു സൂപ്പർ നാച്ചുറൽ പരിപാടി. അപ്പം ബട്ട് ദേ ആർ ക്വസ്റ്റ്യനിങ് ഇറ്റ്, സൂപ്പർ നാച്ചുറൽ ആണോ, ഒരു കേഴ്സാണ്. അപ്പോൾ കേഴ്സ് റിയൽ ആണോ, ഈ ശാപം ശരിക്കും ഉള്ളതാണോ, അതോ വെറുതെ ഈ സൂപ്പർ നാച്ചുറലൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു പരിപാടിയാണ്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. റെഡി ഓർ നോട്ടിൻ്റെ ഒരു, അതായത് കല്യാണം, ഒരു പുതിയ കല്യാണം കഴിച്ചിട്ട് അവിടെ പിന്നെ കല്യാണം കഴിച്ചിട്ടല്ലേ വരുന്നത് റെഡി ഓർ നോട്ടിൽ. അതെ, കല്യാണം കഴിച്ചിട്ടല്ല, വെഡിങ് ഡ്രസ്സിലല്ലേ വരുന്നത്. ഇത് അതല്ല, വെഡിങ് ആവുന്നേ ഉള്ളൂ. വെഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ റീൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പെണ്ണ് കേട്ടില്ല, കല്യാണം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഗോ വാച്ച് ദിസ് സീരീസ്, നമുക്കൊരു സമാധാനം കിട്ടും. ഇതിലും കുറച്ച് ചോര, എന്താ ഈ ചോരയോട് ചോര. ഇതിലും ആ ഫൈനൽ ഞാൻ ഏഴാമത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്, ലാസ്റ്റ് വീക്ക് വീഡിയോ. ഇതിപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് എന്തത് ആ ഫിനാലെ ഒരു പരിപാടി, ഇത് പൊളി, ലിറ്ററലി പൊളി. റെഡി ഓർ നോട്ട് പോലെ തന്നെയാണ് ഏകദേശമൊക്കെ, പക്ഷേ യു ഷുഡ് വാച്ച് ഇറ്റ്. ഇതിൽ ആ ഒരു ഫീമെയിൽ സെൻട്രിക് സീരീസാണ്. ലൈക്ക് മെയിൻ ലീഡ് എന്ന് പറഞ്ഞൊരു ഫീമെയിലാണ്.
കെമീല മെറോണെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഈ ആക്ട്രസ്സിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കാരണം ആന ഹാത്തവേ ഇല്ലേ, ആന ഹാത്തവേനൊക്കെ പോലെ തന്നെയുണ്ട്. ലൈക്ക് ഷി വാസ് സോ ഗുഡ് ഇൻ ഇറ്റ്, ലൈക്ക് വെരി കൺവിൻസിങ്. അതായത് കുറേ ഇങ്ങനത്തെ പേടിപ്പിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് ഈ സൂപ്പർ നാച്ചുറൽ പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അങ്ങനത്തെ കുറേ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര കൺവിൻസിങ് ആണ്, അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആ ഒരു പാരനോയായി കേസ് ശരിയാവും, ഉള്ളതായിരിക്കും എന്ന് ആലോചിച്ച് കല്യാണമാണ്. ഒരു സൈഡ് കല്യാണം, ഒരു സൈഡ് കേസ്, ഒരു സൈഡ് സൂപ്പർ നാച്ചുറൽ. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് മറ്റേ ആ ഒരു സീനാവില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയോ കണ്ടിട്ട് ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അതായത് ഡിക്കാപ്രിയോയ്ക്കൊരു പേര് കിട്ടിയില്ലേ, ലൈക്ക് 25 വയസ്സ് വരെ പുള്ളി ഡേറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ 25 വയസ്സായ പെമ്പിള്ളേരൊക്കെ ഒഴിവാക്കി വിടും, ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ ഡംപ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അത് ഇവരുടെയാണ്. അതായത് ഈ കെമില മെറോണിൻ്റെ അടുത്തായിരുന്നു ഡിക്കാപ്രിയോയ്ക്ക് 4 വർഷത്തെ റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ ആസ് സൂൺ ആസ് ഷീ ടേൺ 25 ഹി ഡംപ്ഡ് ഹർ എന്നാണ് ഈ വരുന്ന സ്റ്റോറീസ്. ശരിയാണോ എന്ന് അറിയില്ല, പക്ഷെ ആ ഒരു സംഭവം വന്നില്ലേ, പുള്ളിക്ക് 25 വയസ്സ് വരെയുള്ള പെമ്പിള്ളേനെ ഇഷ്ടമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആ ഒരു സംഭവം വന്നത് തന്നെ ഈ കമീല മെറോണിനെ കുറിച്ചാണ് അത് ആക്ച്വലി. സോ അങ്ങനെ ഒരു ലിങ്ക് ഓഫ് ദി ലിങ്ക് കൂടിയുണ്ട്. കാരണം ഞാൻ ചുമ്മാ ഗൂഗിളിൽ നിന്ന് നോക്കുകയാണ്, കാരണം അമ്മാതിരി അഭിനയമായിരുന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും സിനിമ അഭിനയിച്ചിട്ടുണ്ടോ, അതെന്താ ഇത്രയും അടിപൊളി ഒരു ആക്ട്രസ് ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് നോക്കുമ്പോഴാണ്, ഗൂഗിൾ ചെയ്യുമ്പോൾ IMDb എടുക്കുമ്പോൾ ഗൂഗിൾ ചെയ്യുമ്പോഴാണ് അന്തമാതിരിയാ, അന്തപ്പെണ്ണ ഇന്ത എന്ന് കണ്ട് മനസ്സിലാവുന്നു. സോ ഈ 2 സീരീസ് കാണുക. പിന്നെ വാഴട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് എൻ്റെ റിവ്യൂസ് പറഞ്ഞു തന്നോളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ റിവ്യൂസ് ഓഫ് ദ വീക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ നെക്സ്റ്റ് സെക്ഷൻ, ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബുധനാഴ്ച ആയിരിക്കും നിങ്ങൾ ആക്ച്വലി ഈ വീഡിയോ ഇടുമ്പോൾ കാണുന്ന ആളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ബുധനാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം, ഓക്കെ, വി ആർ ഒഫീഷ്യലി എൻട്രിങ് ടു ദ ബോയ്സ് സീസൺ ഫിനാലെ. 5th സീസൺ ബോയ്സ് ഇറങ്ങുന്നു. മറ്റേ നമ്മുടെ ഡെയർ ഡെവിളുടെ എപ്പിസോഡ്സ് വരുന്നു, ബോൺ അഗെയിൻ്റെ വരുന്നു, പിന്നെ സ്റ്റാർ വാഴ്സിൻ്റെ മോൾ എന്ന് പറഞ്ഞിട്ട് എന്തൊരു സീരീസ് വരുന്നുണ്ട്, അതും വരുന്നു. സോ ഇതെല്ലാം വരുന്നത് ഒരു ദിവസം. സോ ഇഫ് യു ആർ ഇൻ ടു സീരീസ്, ദിസ് ഈസ് ലൈക്ക് പെർഫെക്റ്റ് മിഡിൽ വീക്ക്. ഇനി എല്ലാ ആഴ്ചയും, പക്ഷേ ഡെയർഡെവിൾ ബോൺ അഗെയിൻ്റെ ഓൾമോസ്റ്റ് 4-5 എപ്പിസോഡ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു 3-4 കൂടി ഉണ്ടാവും. ബോയ്സ് ഉണ്ട്, ഇനി ബോയ്സ് തുടങ്ങണം. അപ്പോൾ ഈ 3 പരിപാടികൾ, ഈ 3 സീരീസും കൂടെ ഒരുമിച്ച് ആണ് ഈ ബുധനാഴ്ച, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബുധനാഴ്ച വരുന്നത്. സോ ഗുഡ് ഡേയ്സ് ആർ എഹെഡ്. ഓക്കെ, ബോയ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോയ്സിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള എറിക് ആശാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷന് മുന്നേ തന്നെ അവരുടെ റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യവും ആ ചാലി കേക്കിൻ്റെ കാര്യവും എല്ലാം ഇതിലുണ്ടാവും, ഊക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ചിലപ്പോൾ അതന്നെ ആയിരിക്കട്ടെ, അവർ മറ്റേ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതും പറയാൻ പറ്റില്ല. എന്തായാലും ട്രംപിന് ഊക്കലുണ്ട്. കാരണം നമ്മൾ അവസാനം കണ്ടു നിർത്തിയത് 4th സീസണിൽ നമ്മൾ കണ്ടു നിർത്തിയത് എന്താ, ഹോംലാൻഡറാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്, അമേരിക്കൻ പ്രസിഡൻറ്റ്. സോ ഹോംലാൻഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി ട്രംപിൻ്റെ കാര്യങ്ങൾ പോലെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ലൈക്ക് ഇറ്റ് വിൽ ബി ക്രേസി ആക്ച്വലി. കാരണം 4th സീസൺ വൻ കോമഡി ആയിരുന്നു. ലൈക്ക് ഇവരെല്ലാവർക്കും ഇട്ട് ഊക്കുമല്ലോ ബോയ്സുകാർ, മറ്റേ വോക്ക് ടീംസിനെതിരെ ഊക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കളിയാക്കും, ഇവനെ കളിയാക്കും. അപ്പോൾ 4th സീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയും ഈ മാഗ ടീംസിനെ, അതായത് ഒരു ലീഡർ അവർ എന്ത് കുറ്റം ചെയ്താലും സപ്പോർട്ടേഴ്സ് അതൊക്കെ മറ്റേ 4D ചെസ്സാണ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ ഒരാളെ കൊന്നാലും സപ്പോർട്ട് ചെയ്യും, ആരെയും പീഡിപ്പിച്ചാലും സപ്പോർട്ട് ചെയ്യും, അങ്ങനെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ മാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം, മറ്റേ ചോപ്പ് തൊപ്പിയിട്ട് വരുന്ന ടീം, അവരിനെ കൂക്കിയിട്ടുള്ളായിരുന്നു 4th സീസൺ. സോ അത് ഇറങ്ങിയപ്പോഴാണ് മറ്റേ റൈറ്റ് വിങ്, അമേരിക്കൻ റൈറ്റ് വിങ് ആൾക്കാരൊക്കെ
ഇസ് ദിസ് ഷോ അബൌട്ട് അസ്? ഇത് ഞങ്ങൾക്കിട്ടുള്ള പണിയാണോ ഇത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ രണ്ട് സീസൺ മുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു മെൽ ഡൗണൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇതിങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പിണക്കമൊക്കെ ഉണ്ടായിരുന്നു റൈറ്റ് വിങ്ങുകാരുടെ. സോ നമ്മൾ വിചാരിച്ച എന്താ, അപ്പോൾ ട്രംപ് ജയിച്ചു, ഇഷ്ടംപോലെ ഉണ്ട്. ചാർലി കിർക്കിൻ്റെ മരിച്ച സംഭവമുണ്ട്, ട്രംപിന് വെടികൊണ്ട സംഭവമുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. ഇറക്കാശാൻ പറയുന്നത് അതൊന്നും ഇല്ല, 2024 മുന്നേ തന്നെ സ്ക്രിപ്റ്റൊക്കെ ലോക്ക്ഡായി ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. സോ അതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനി ആക്ച്വലി ഈ കോമിക്കുമായിട്ട് ഈ സീരീസിന് ഒരുപാട് ബന്ധം ഇല്ലായ്മയുണ്ട്. ആക്ച്വലി ഭയങ്കര ഡിഫറെൻ്റാണ്. ആസ് പെർ കോമിക്ക് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്പോയിലറൊന്നും അല്ല ആക്ച്വലി. കാരണം ഇതൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കാരണം ഭയങ്കര വ്യത്യാസമാണ്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോയ്സ് ടീമുണ്ടല്ലോ, അവർ ഈ കോമ്പൗണ്ട് ഒക്കെ അടിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇപ്പം ലാസ്റ്റല്ലേ. കോമിക്കലൊക്കെ ഫസ്റ്റ് തൊട്ടേ ഒരേ അടിയാണ്. പവർ കിട്ടിയിട്ടാണ് അവർ ഫസ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഇവർ കുറച്ചുകൂടി സ്റ്റേക്ക് ഹൈ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമിക്കിൻ്റെ എൻഡിങ്ങിനും കോമിക്കിൻ്റെ ഒരു സംഭവത്തിനും ഒരുപാട് അങ്ങനെ ഫാൻസ് ഒന്നുമില്ല. ലൈക്ക് ഈ ഫാൻസ് തന്നെ 2 വിഭാഗമുണ്ട്. ലൈക്ക് കോമിക്ക് അത്ര പോരാ എന്ന് പറയുന്നത്, സീരീസാണ് നല്ലത് എന്ന് പറയുന്ന ഈ കോമിക്ക് വായിച്ച ആൾക്കാരുണ്ട്. ഞാൻ കോമിക്കൊന്നും വായിച്ചിട്ടില്ല. നമ്മളിവിടെ ഇതിൻ്റെയൊക്കെ കോമിക്ക് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ പീപ്പിൾ കൺസിഡർ സീരീസ് ആസ് ലൈക്ക് എ ബെഞ്ച് മാർക്ക്. ലൈക്ക് സീരീസാണ് ഇതിനൊരു സംഭവം ആക്കിയത്. ഓക്കെ, കോമിക് ഉണ്ടെങ്കിലും കോമിക്കിൽ വായിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. ഇത് കോമിക്ക് അത്ര പോരാന്നും കോമിക്ക് ആണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയാൻ വന്നത് എൻ്റെ ഒരു ബേസിക് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമിക് ബുക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് നോയർ ഉണ്ടല്ലോ, ബ്ലാക്ക് നോയർ മരിച്ചല്ല. ബ്ലാക്ക് നോയർ എന്ന് പറയുന്നത് ഈ വോട്ട് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അവർ ഈ ഹോംലാൻഡറിൻ്റെ ഒരു ഡബിൾ പോലെ, ക്ലോണ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സൂപ്പർമാനിൽ വേറൊരു സൂപ്പർമാനെ ഉണ്ടാക്കിയിട്ട് വെച്ചില്ലേ, ഒരു DNA എന്തോ എടുത്തിട്ടാണ്, അതുപോലെ എന്തോ ഉണ്ടാക്കി വെച്ച ആളാണ് ഈ ബ്ലാക്ക് നോയർ. ബുച്ചറിൻ്റെ ഭാര്യനെ പീഡിപ്പിച്ചു എന്നിട്ടാണ് മറ്റേ റയൻ ഉണ്ടായത് എന്ന് പറയുന്നില്ലേ, അത് ആക്ച്വലി ഹോംലാൻഡർ അല്ല. ഹോംലാൻഡർ പീഡിപ്പിച്ചു എന്നാണ് പറയൽ, പക്ഷെ ആക്ച്വലി ഹോംലാൻഡർ അല്ല, ഇത് ബ്ലാക്ക് നോയറാണ്. കോമിക് ബുക്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് നോയറിൻ്റെ ഇടയ്ക്ക് വേഷമൊക്കെ മാറ്റിയിട്ട് ഹോംലാൻഡറിൻ്റെ വേഷം ഇട്ടിട്ട് ഇങ്ങനെ വേണ്ടാത്തൊക്കെ ചെയ്യാൻ പോകും. അങ്ങനെ ഒരു സ്റ്റോറി ലൈനൊക്കെയാണ് കോമിക് ബുക്കിൽ. അപ്പോൾ ഇതിൽ അങ്ങനെ ഇല്ല. പക്ഷേ കോമിക് ബുക്കിൻ്റെ ഒരു എൻഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു എക്സ്പെക്റ്റ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പോയിലറോ ഒന്നും പറയണ്ട, കാരണം അത് ആയിരിക്കില്ല. ഓഫ് കോഴ്സ് ഹോംലാൻഡറും ഇത് മനസ്സിലാവും, ഈ ബ്ലാക്ക് നോയറാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുകൊണ്ട് ഹോംലാൻഡറിന് ബിട്രൈ ചെയ്തപോലെ തോന്നിയിട്ട് ഹോംലാൻഡറും ബ്ലാക്ക് നോയറും കൂടെ വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഒരു അടി നടത്തുകയാണ്. ആകെ തവിട് പൊടിയാക്കും. അതിലെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോംലാൻഡറിനെ ബ്ലാക്ക് നോയർ കൊല്ലും. ബ്ലാക്ക് നോയർ പറഞ്ഞാൽ ഹോംലാൻഡർ തന്നെയാണ്, പക്ഷേ മെയിൻ ഒറിജിനൽ ഹോംലാൻഡറിനെ നമ്മുടെ ഈ ബ്ലാക്ക് നോയർ ഹോംലാൻഡർ കൊല്ലും. ബില്ലി ബുച്ചർ വന്നിട്ട് ആ ഫൈറ്റൊക്കെ അതിൻ്റെ തളർന്നിരിക്കുകയാണല്ലോ, വീക്കായിട്ടിരിക്കുന്ന ബ്ലാക്ക് നോയറിനെ ബില്ലി ബുച്ചർ കൊല്ലും. ക്രോബാർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, ഒരു വളഞ്ഞൊരു കമ്പി പോലത്തെ ഒരു സംഭവം പിടിച്ചിട്ട് അത് ഇതിലും കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് ബില്ലി ബുച്ചർ ലാസ്റ്റ് ആകുമ്പോൾ മൈൻഡ് ഔട്ടായിട്ട് ലൈക്ക് ഒരു സൂപ്പിനും വേണ്ട, സൂപ്പർ പവറുള്ള ഒരു തെണ്ടിനും വേണ്ട, എല്ലാവരും കൊല്ലണം, ജെനിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആവും ബില്ലിക്ക് ലാസ്റ്റ്. അപ്പോൾ അത് ഈ ഒരു ആയുധം വെച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ട് കൊല്ലുന്നത്. അതിൽ ഒരുപാട് ആൾക്കാരെ കൊല്ലും, നമ്മൾ വിചാരിക്കാത്ത കുറേ ആൾക്കാരും കൊല്ലും. സോ അങ്ങനെ ഒരു എൻഡിങ് ആയിരിക്കുമോ? ലൈക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരും കൊല്ലും. അവസാനം ഹ്യൂയും സ്റ്റാർലൈറ്റ് മാത്രമേ ജീവനോട് ഉണ്ടാവുള്ളൂ കോമിക് ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ഇതാണ് ബോയ്സിൻ്റെ ഭയങ്കര ഒരു ട്രാജഡി, അല്ലെങ്കിൽ ട്രാജഡി അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു എൻഡിങ് അല്ല കോമിക്കിൽ. ഇപ്പം ഇവർ അതിനെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കുമല്ലോ.
ഒന്നുകൂടെ വൈൽഡാക്കാനായിരിക്കും മിക്കവാറും നോക്കുക ബോയ്സിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട്. സോ വെർ ഗോയിങ് ടു എക്സ്പീരിയൻസ് സംതിങ് ക്രൈസി. കാരണം സോൾജർ ബോയ് തിരിച്ചു വരുന്ന പരിപാടിയൊന്നും കോമിക്കലില്ല ഇല്ല. അപ്പോൾ സോൾജർ ബോയും ഉണ്ട് ഇപ്പോൾ കോമിക്കൽ സീരീസിൽ കാണിക്കുന്നുണ്ടല്ലോ, ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. സോ ദാറ്റ് വാസ് ദാറ്റ്. ഓക്കെ, സോ വി ആർ ഒഫീഷ്യലി എൻട്രിങ് ടു ദ ബോയ്സ് സീസൺ ഫിനാലെ. ബോയ്സ് അങ്ങനെ അവസാനിക്കുകയാണ്. വല്ലാത്തൊരു അവസാനിക്കലായി പോയി. ആമസോൺ കാര്യം ഇനി എന്ത് ചെയ്യും അറിയില്ല. പിന്നെ അടുത്തത് ഇറങ്ങിയത് നമ്മുടെ പേട്രിയറ്റിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന്മാരഭിനയിക്കുന്ന സിനിമയാണ്. മെയ് 1 റിലീസ്. ഏപ്രിൽ 23 മാറ്റി ഇപ്പം മെയ് 1 ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്താം. ഓക്കെ, മഹേഷ് നാരായണൻ ആയതുകൊണ്ടാണ് പറയുന്നത്. ഇതിന് ഈ ലൂസിഫറിനെ വെച്ച പോലെ രാവിലെ 4 മണിക്ക്, രാത്രി 12 മണിക്ക്, പുലർച്ചെ 1 മണി, പുലർച്ചെ 4 മണി, 5 മണി അങ്ങനെ ഫാൻ ഷോ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഇറ്റ് വിൽ ബി റിസീവ്ഡ് ബാഡ്ലി. കാരണം നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല. ഒരു ഈഗിൾ ഐൻ്റെയൊക്കെ ഒരു വൈബ്. നമ്മുടെ ഒരു സീരീസ് ഉണ്ടല്ലോ, ആ ജോനാഥൻ നോളിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താന്നത് ജോനാഥൻ നോളിൻ്റെ ഒരു സീരീസ് ഉണ്ട്, അതിന് പേര് കിട്ടുന്നില്ല. അതായത് ഈ ഡാറ്റ ഹാക്കിങ്, ഇപ്പോൾ കാണുന്ന മറ്റേ അൽഗോരിതം മാനിപ്പുലേറ്റിംഗ്, പിന്നെ പാറ്റേൺ റെക്കഗ്നിഷൻ, പാലന്റിയർ, ഈ പരിപാടി അങ്ങനത്തെ എന്തൊക്കെയോ ആണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ലിറ്റിൽ കോംപ്ലക്സ്. അപ്പോൾ ഈ മറ്റേ ആ ടീം ഫസ്റ്റ് ഫാൻ ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ സംശയമാണ്. ചുമ്മാ പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ എന്ത് പടം എന്ത് മറ്റേ ഉറക്കം വരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ രാവിലെ പുലർച്ചെ പോയിട്ട് വരും. പിന്നെ അതൊരു സംഭവം. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. സിനിമ മര്യാദയ്ക്കാണെങ്കിൽ, മര്യാദയ്ക്കുള്ള സിനിമ പോലെയാണെങ്കിൽ നൈസായിരിക്കും. ഈ ഫാൻ ഷോ ആക്കിയാൽ തന്നെ ഫാൻ ഷോയ്ക്ക് ഫാൻസ് മാത്രമല്ലല്ലോ പോവുക, ഈ നാട്ടുകാർ മുഴുവൻ പോവുമല്ലോ. അപ്പോൾ അവർ പോയി അവരെ കൊണ്ടുവരുന്ന പറയിപ്പിച്ച് അവസാനം ആ സിനിമേനെ തന്നെ ഈ ഫാൻ ഷോ കാരണം ഫാൻ ഷോ നടത്തുന്നുണ്ടെങ്കിൽ മിക്കവാറും നടത്തുന്നുണ്ടാവും. തിയേറ്ററുകാരായിട്ട് എന്തൊക്കെയോ അടിയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നടത്തുമോയെന്നറിയില്ല. നടത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബാഡ് ഫോർ ദിസ് മൂവി. കാരണം ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ഡാറ്റ പരിപാടി അങ്ങനെയൊക്കെയാണ്. എന്തായാലും കുറേ സ്പൂൺ ഫീഡിങ്, അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ ഫീഡ് ചെയ്യേണ്ടി വരും. ഇത് മറ്റേ ആണ്, ഇത് മറ്റേ സ്പൂഫിങ് ആണ്, ഇത് മറ്റേതാണ്, ഇത് മറ്റേ ഹാക്കിംഗ് ആണ്, ഹാക്കിംഗ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് മറ്റേ അതുപോലത്തെ ഒരു ചെയ്യേണ്ടി വരും. അപ്പോൾ ഒത്തൻറ്റിസിറ്റി പോവും. മഹേഷ് നാരായണൻ ഒരിക്കലും അങ്ങനെ ഒരു ഒത്തൻറ്റിസിറ്റി വിട്ടൊരു കളിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പിന്നെ പറയുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ആൾക്കാർ തോന്നും. എന്താ ഇപ്പോഴത്തേക്കോ അവർ പറയുന്നത് തോന്നും. ഇത് അങ്ങനെ ഒരു കാണേണ്ട ഒരു സിനിമ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ട്രെയിലറും പരിപാടികളൊക്കെ കണ്ടിട്ട്. സോ ഇനിയിപ്പോൾ അറിയില്ല. ഇനിയിപ്പോൾ ഈ എൻ്റെ പ്രഡിക്ഷൻ തെറ്റാം, കുഴപ്പമൊന്നുമില്ല. തെറ്റിയ നല്ല തന്നെ. ഫാൻസുകാർ കയറി അടിച്ച് പൊളിക്കേണ്ട സിനിമ. ഈ എന്താ പറയുക, എമ്പുരാനല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ ഈ മഹേഷ് നാരായണൻ ടൈപ്പ്, ആ മാലിക്കൊക്കെ പോലത്തെ ഒരു സിനിമ. ഈ മാലിക്കൊക്കെ തിയേറ്ററിൽ മറ്റേ ഈ സെലിബ്രേഷൻ ക്രൗഡിൻ്റെ കൂടെ കണ്ട എന്താ അവസ്ഥ? അതിന് അങ്ങനത്തെ പീക്ക് മൊമെൻറ്റ്സ് ഇല്ല എന്നല്ല, പീക്ക് മൊമെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ക്ലാസ് ഓവർ ബാക്കിയുള്ള ഈ പരിപാടി മാസ്, ക്ലാസ് ഓവർ മാസ് അതാണല്ലോ മഹേഷ് നാരായണൻ. പുള്ളി പറഞ്ഞെങ്കിൽ പുള്ളിയുടേതായിട്ടുള്ള മാസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ മറ്റേ മാസില്ല, തിയേറ്റർ കുലിങ്ങും മറ്റേ ആ പരിപാടിയില്ല. സോ അതാണ് എൻ്റെ ഒരു സംഭവം, എനിക്ക് തോന്നുന്ന കാര്യം. ഐ മേ ബി റോങ്, മേ ബി റൈറ്റ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ May 1st. ഓക്കെ. പിന്നെ അടുത്ത് ഇറങ്ങിയ രാമായണമാണ്. രാമായണത്തിൽ
രാമായണം കാണുമ്പോൾ തന്നെ വിചാരിച്ചു നന്നായിരിക്കണേ. കാരണം ഈ നമ്മൾ ലിസ്റ്റ് എടുത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പേരും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതാ ടീംസ്. പക്ഷെ ഈ ഡബിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു VFX ടീമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർ ചെയ്ത പ്രൊജക്ട്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂൺ പാർട്ട് 1 സെക്കൻഡ്, അവതാർ, ഹാരി പോട്ടറിൻ്റെ ലാസ്റ്റ് പാർട്ട്, ഡെത്ത്ലി ഹാലോസ്, അങ്ങനെ എല്ലാം മേജർ കുറേ സാധനങ്ങൾ ഇവരെ ചെയ്തിരിക്കുക. അപ്പം അവരൊക്കെ ചെയ്തു, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ആൾക്കാർ ചോദിക്കുന്നതിൽ തെറ്റ്, ഇതെന്തോ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഉള്ളത് തന്നെയാണ്. ഒന്നാമത് ഈ പ്രാക്ടിക്കൽ പരിപാടിയേ ഇല്ല എന്ന് തോന്നുന്നു. ഫുള്ള് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടുള്ള പരിപാടിയാണ്. വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ഗെയിമിഫിക്കേഷൻ. കുറച്ച് പ്രാക്ടിക്കൽ പരിപാടിയൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീനൊക്കെ വെക്കുമ്പോൾ അതൊരു എന്തൊരു ബിലീവബിൾ അല്ല. അവരൊക്കെ അവിടെ ഒരു ശരിക്കും നിൽക്കുന്ന പോലെ തോന്നി. ഇത് വെറുതെ കുറേ ഇമേജസ് പോലെയാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇമേജസും വീഡിയോസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാക്ടിക്കൽ ആവുകയല്ലേ വേണം. ഇപ്പോൾ ഡ്യൂൺ എടുത്താലും ഡ്യൂണിൽ അവർ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ പറക്കുന്ന ഹെലികോപ്റ്ററിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അത് പറന്നു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് അതിനെ പോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അത് CGI, അപ്പോൾ ആ സാധനം ഉള്ളതാണ്. അപ്പം അങ്ങനെ കുറച്ച് പ്രാക്ടിക്കൽ പരിപാടിയൊക്കെ ചെയ്താൽ നൈസായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒക്ടോബറിലാണ് റിലീസ്. ഈ ഒക്ടോബർ ആകുമ്പോഴേക്കും ഇവരിതൊക്കെ കറക്റ്റ് ചെയ്യുമോ? ഇപ്പോൾ പറയുന്ന ഒരു ന്യായം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറയുന്നത്, ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ അതിലെ ആൾക്കാർ പറയുന്നത് ഇതെന്താ അൺഫിനിഷ്ഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, എൻ്റേതല്ല എല്ലാവരും ചോദിക്കുന്നത് തന്നെ, അൺഫിനിഷ്ഡ് ആണെങ്കിൽ ടീസർ ഇറക്കുമ്പോൾ എന്തിനാണ് അത് ഇറക്കുന്നത്? ഫിനിഷ്ഡ് ആയിട്ടുള്ളത് ഇട്ടാൽ പോരെ? വാട്ട് കൈൻഡ് ഓഫ് ലോജിക് ഇസ് ദാറ്റ്? നിങ്ങൾ തന്നെ ടീസർ, ഇതിപ്പോൾ വേറെ ആരോ നിങ്ങളെ തോക്ക് കാണിച്ചിട്ട് ടീസർ ഉണ്ടാക്കടാ എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. എനിക്കത് മനസ്സിലാവുന്നില്ല. കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അതായത് ഇത് നമ്മൾ വേൾഡ് സിനിമയുടെ മുന്നിൽ വെക്കുന്ന ഒരു സംഭവമല്ലേ. കാരണം സിമ്മറൊക്കെ അല്ലേ ഇൻവോൾവ് ആയിരിക്കണം. സോ ദർ വിൽ ബി ബസ് അറൗണ്ട് ഹോൾ വേൾഡ്. പിന്നെ അവർ നല്ല പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ഈ ഹാൻഡിൽസ് ഉണ്ട് എക്സിൽ, അവരെല്ലാവരും ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വരും, കുറേ പേര് ഇതിനെ റിയാക്ഷനും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സോ എന്താണ്, ഓഫ് കോഴ്സ് നമ്മൾ ഞങ്ങളിങ്ങനെ വലിയൊരു സിനിമ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കേണ്ട സിനിമയല്ല. അപ്പോൾ ഇത് ഇറ്റ് അഫക്ട്സ് എവ്രി വൺ. ലൈക്ക് ഇതാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അത്രേ ഉള്ളൂ. സോ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് വരും എന്ന് വിചാരിക്കുന്നു. വന്നാൽ നൈസായിരിക്കും. ഓക്കെ, അതാണ് രാമായണത്തിൽ പറയാനുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ആ റീലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂൺസ് ഡേ ഇനി ഇല്ല എന്നാണ് തോന്നുന്നത്. മിക്കവാറും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മാർവൽ ഫാൻസുകാർക്ക് വന്ന് ഫുൾ എന്നെ തെരുവിളി റേജ് ബെയിറ്റിംഗ് ആണെന്നാണ് വേറെ കുറച്ച് പേര് പറയുന്നത്. ദ ഹോൾ ചാനൽ ഈസ് എ റേജ് ബെയിറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു റേജ് ബെയിറ്റ് വീഡിയോയുടെ ആവശ്യമില്ല. ദിസ് ഹോൾ ചാനൽ ഈസ് എ റേജ് ബെയിറ്റ് ചാനൽ. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഇതെന്താ അവർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ്. നിങ്ങൾ എന്തുവരെ ചെയ്തോ? ആരാണ് ഡ്യൂൺസ് ഡേ? ഡ്യൂൺസ് ഡേ ഉണ്ട്. ഡിസംബർ 15 റെഡി ആയിരുന്നോ? ഡ്യൂൺസ് ഡേ ആണ്. അന്ന് ആരാണ് അനൗൺസ് ചെയ്ത്? നമ്മളാണ് അനൗൺസ് ചെയ്തത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുള്ള ആൾക്കാരാണ് അനൗൺസ് ചെയ്തത്? അല്ല, അനൗൺസ് ചെയ്തത് റോബർട്ട് ഡൗണി ജൂനിയറും ടിമോത്തേ ശാലമയും കൂടി ഇരുന്നിട്ട് മാർട്ടി സുപ്രീമിൻ്റെ എന്തോ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് പുള്ളി ഒരു ടീഷർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് ഡ്യൂൺസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചൊക്കെ വിരിച്ച് കാണിച്ചു തന്നാൽ ഇവരെന്നെ പറയും ഡിസംബർ 15 ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ് ആണ്, വാർണർ ബ്രോസും മാർവെല്ലുകാരും കൂടെ അടി. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹൈപ്ഡപ്പായി. ഇവരെന്തോ ഒരു ഡൂംസ് ഡേ കൗണ്ട് ഡൗണ് എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നല്ല. അപ്പോൾ അതൊക്കെ നിർത്തിയപ്പോൾ ഒഫീഷ്യലായിട്ടില്ല, ഒഫീഷ്യലായി ചിലപ്പോൾ നിർത്തുമായിരിക്കും.
അപ്പോൾ അതെവിടെ പോയി? ഇതൊക്കെ ആരും ചെയ്യുന്നത്? ഇവരെല്ലാം ചെയ്യും. ഇവർക്ക് അറിയില്ലേ ഈ ഐമാക്സ് ഇപ്പം എന്താ പ്രശ്നം? ഐമാക്സ് എല്ലാം വാർണർ ബ്രോസുകാർ 3 ആഴ്ചയ്ക്ക് ബുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവർക്ക് അറിയില്ലേ? ഇപ്പോഴറിയുള്ളൂ. ഇത് മറ്റേ അന്ന് അറിയില്ലേ ഇത് ഈ ഐമാക്സ് സ്ക്രീൻ ഇല്ല എന്നുണ്ട്. ഇറ്റ്സ് എ കോമൺ സെൻസ് അല്ലേ? അപ്പം ഇങ്ങനെ ഓരോ മണ്ടത്തരം പറയുമ്പോൾ അത് നമ്മൾ മണ്ടത്തരം ഇവർ ചെയ്യുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുക വേണ്ടേ? പറ്റില്ല. ഇതാണ് ഈ എന്താ പറയുക, ഈ മറ്റേ മാഗ അതിൻ്റെ ആൾക്കാരെ പറഞ്ഞ പോലെ ഇവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല, ഇവരെല്ലാം ചെയ്യുന്നത് ശരി. ആക്ച്വലി നോക്കുകയാണെങ്കിൽ എന്താണ് ശരിക്കുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ആകെ ഒരു 1800 സംതിങ് ഐമാക്സ് സ്ക്രീനുകളുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ US ആണ് 3 ആഴ്ച വാർണർ ബ്രോസ് ഓൾറെഡി എടുത്തിരിക്കുന്നത് ഐമാക്സ്. ഇവർക്ക് ഒരു സ്ക്രീൻ പോലും ഇല്ല. സോ ദാറ്റ് വിൽ അഫക്റ്റ് ഒരു 10-20% ബോക്സ് ഓഫീസ് കളക്ഷനെ അഫക്റ്റ് ചെയ്യും. കാരണം ഐമാക്സിൻ്റെ റേറ്റ് അറിയാമല്ലോ. അതായത് ഇപ്പോൾ ഒരു സാധാരണ ഒരു തിയേറ്ററിൽ ഒരു 200-300 പേരുടെ സീറ്റിങ്ങുള്ള തിയേറ്ററിൽ ഒരു സിനിമ ഓടുന്നതും ഐമാക്സിലെ ഒരു 200-300 ഉള്ള സീറ്റിംഗ് ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ ഓടുന്നതും ഇറ്റ്സ് ലൈക്ക് ഇതിൻ്റെ ഒരു 5 ഇരട്ടിയാണിത്. അപ്പോൾ അങ്ങനെ ഷോ ഓടുമ്പോൾ അവർക്ക് അതനുസരിച്ച് കളക്ഷൻ കിട്ടും, അതിനനുസരിച്ച് ചിലവുമുണ്ട് അല്ലേ? ഐമാക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ചിലവില്ലേ? അതുകൊണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഒരാഴ്ച മുന്നേ ഡിസംബർ 11-ാം തീയതിയാണെന്നുള്ള ഡേറ്റാണ് ഇവർ നോക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരാഴ്ച വിൻഡോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഡിസംബർ 11 വേറെ ഏതെങ്കിലും ഐമാക്സ് ഉണ്ടെങ്കിൽ ഇനി അതുമായിട്ട് ക്ലാഷ് ആവുമോ? അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില കളയുന്നത്. ഇതിപ്പോൾ നമ്മളോ അല്ലെങ്കിൽ വേറെ ഈ നിങ്ങളോ ചെയ്ത മണ്ടത്തരം ഒരാൾ പറഞ്ഞാൽ അവരല്ലേ നിങ്ങളുടെ വില കളയുന്നത്. യു ആർ ഡൂയിങ് ഇറ്റ്. ഫാൻ ഷുഡ് പോയിൻ്റ് ഇറ്റ് ഔട്ട്. അല്ലാണ്ട് അവർ എന്ത് ചെയ്താലും ഇവരങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അതിന് സപ്പോർട്ട് ചെയ്യല്ല വേണ്ട. ഇഫ് ദർ ഈസ് സംതിങ് ടു ക്രിറ്റിസൈസ്, ഡു ഇറ്റ്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഡു ഇറ്റ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ന്യൂസുകൾ. ലെറ്റ്സ് ഗോ ടു ദ ലേറ്റസ്റ്റ് റിലീസസ് ആൻഡ് മൂവീസ് ആൻഡ് സീരീസ് ഗോയിങ് ടു റിലീസ്. ഒരുപാടെണ്ണമുണ്ട്, പെട്ടെന്ന് വായിച്ചു പോവുക. ആദ്യം ഏപ്രിൽ 9-ാം തീയതി പള്ളിച്ചട്ടമ്പി ഇറങ്ങുന്നുണ്ട്. ടോവിനോൻ്റെ സിനിമ, ഡിജോ ജോസിൻ്റെ സിനിമ, വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഏപ്രിൽ 10-ാം തീയതി LAക്ക് ഇറങ്ങുന്നുണ്ട് നമ്മുടെ പ്രദീപിൻ്റെ സിനിമ, വിഘ്നേഷ് ശിവൻ എടുക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി തന്നെ അതായത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലേ സൈജു കുറുപ്പിൻ്റെ, അത് കുറച്ച് നൈസ് സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ അതൊക്കെ ഇത്ര പെട്ടെന്ന് അവർ തന്നെ എടുത്തിരിക്കുന്നു. അത് നൈസായിരിക്കും തോന്നുന്നു, കോമഡി ആയിരിക്കും തോന്നുന്നു, ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ വെക്കേഷനൊക്കെ അല്ലേ കാണാൻ പറ്റിയൊരു സിനിമ എന്ന് തോന്നുന്നുണ്ട്. ട്രെയിലറൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാരുണ്ട് പ്രാവശ്യം. പിന്നെ സീരീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രിൽ 12-ാം തീയതി യൂഫോറിയൻ്റെ 3rd പാർട്ട് വരുന്നുണ്ട്. യൂഫോറിയൻ്റെ അവസാനത്തെ സീരീസ് ആയിരിക്കുന്നു അവർ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി എ ഫെയർവെൽ സീസൺ. ഓക്കെ, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. മിക്കവാറും ആരെങ്കിലും തട്ടിപ്പോകാനാണ് സാധ്യത. ഈ ഏപ്രിൽ 15-ാം തീയതി ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ രതീഷ് പൊതുവാൾ എന്നല്ലേ പേര്, മറ്റേ ഇന്നത്തെ ആ കേസോട് ഒക്കെ എടുത്ത സിനിമ. പുള്ളിക്കെതിരെ എന്തൊക്കെയോ അലിഗേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ പ്രൊഡ്യൂസറിൻ്റെ പൈസയൊക്കെ എന്തൊക്കെയോ സീനാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അതിലെ ആ ക്യാരക്ടറിൻ്റെ വേറൊരു സ്പിൻ ഓഫൊക്കെ എടുത്തിട്ട്. സോ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പുള്ളി എടുക്കുന്ന ഒരു സിനിമയാണ്. പുള്ളിയുടെ ഒരു സിനിമയൊക്കെ അറിയാലോ, ഒരു വേറെ തന്നെ ഒരു വൈബ് സംഭവമായിരിക്കും. ഇത് കണ്ടിട്ട് അതുപോലെ ഉണ്ട്. അമ്പാനുണ്ട്, കുഞ്ചാക്കോ ഉണ്ട്, നമ്മുടെ പോത്തേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ ചിദംബരമുണ്ട്. ചിദംബരം ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ? എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല. സോ മേ ബി ഹിസ് ഫസ്റ്റ് മൂവി. സോ അത് ഏപ്രിൽ 15-ാം തീയതി വരുന്നുണ്ട്. ഏപ്രിൽ 17-ാം തീയതി ദ മമ്മി എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ മൂവി വരുന്നുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് കാണാൻ പറ്റിയ പോയി കണ്ടോ. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ക്രേസി ഗുഡ്. ദ മമ്മി ഏപ്രിൽ 17-ാം തീയതി. പിന്നെ മെയ് 1-നാണ് പേട്രിയറ്റ് ഇറങ്ങുന്നത്. മെയ് 14-ാം തീയതി ഒരു മലയാളം ക്ലാഷ് ഉണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ട് തിയേറ്ററൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. 3 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. കാട്ടാളൻ ഇറങ്ങുന്നുണ്ട് പെപ്പേൻ്റെ, മോളിവുഡ് ടൈംസ് ഇറങ്ങുന്നുണ്ട് നെസ്ലൻ്റെ, അതിരടി ഇറങ്ങുന്നുണ്ട്
ബേസിലും ടോവിനോൻ്റെ. മിക്കവാറും ഏതെങ്കിലും ഒന്ന് മാറ്റുമായിരിക്കും. കാരണം ഇത്രയും തിയേറ്ററൊന്നും ഇല്ല. ഈ മെയ് 1 തീയതി പേട്രിയറ്റ് ഇറങ്ങുന്നുണ്ട്. അത് ഹിറ്റാണെങ്കിൽ അത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഉണ്ട്. പിന്നെ ഇത് 3 തിയേറ്റർ ഇവിടെ കൊണ്ട് ചെയ്യുന്നത്. മിക്കവാറും ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റുമായിരിക്കും. മേ ബി ദേ ആർ വെയിറ്റിംഗ് ഫോർ പേട്രിയറ്റ് റിലീസ്. അതിൻ്റെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ അതൊക്കെയാണ് നമ്മുടെ ഇനി വരാൻ പോകുന്നത്. പിന്നെ ഏപ്രിൽ 19 ഫ്രം ഇറങ്ങുന്നുണ്ട്. ഫ്രമിൻ്റെ 4th സീസൺ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ബിസി മാൻ. സോ ബിസി ഡേയ്സ് ആർ അഹെഡ്. പിന്നെ ഇപ്പോൾ OTTയിലും ഡിജിറ്റലിലും കാണാൻ പറ്റുന്നത് സെൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. ഞാൻ എൻ്റെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ യു ഷുഡ് വാച്ച് ഇറ്റ്. ദർ ഇസ് എ മൂവി കോൾഡ് സെൻഡ് ഹെൽപ്പ്. ഓക്കെ, സാം റൈമിൻ്റെ സിനിമയാണ്. പൊള്ളി സാധനം. ഡിജിറ്റൽ റിലീസിലുണ്ട്. ആമസോൺ പ്രൈമിൽ 2 മേജർ റിലീസ് വന്നിട്ടുണ്ട്. നവ് യു സീ മീൻ്റെ 3rd പാർട്ട്. നവ് യു സീ മീ, നവ് യു കാൺ സീ മീ, അങ്ങനെ എന്തോ ഒരു വൃത്തിയായിട്ട പേരുള്ള 3rd പാർട്ട് സിനിമയുണ്ട്. ഇഫ് യു ലൈക്ക് മാജിക് ആൻഡ് ഓൾ ദോസ് തിങ്സ്, വാച്ച് ഇറ്റ്. പിന്നെ ദ ക്രൈം 101 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹെംസ്വർത്തിൻ്റെ സിനിമ ഉണ്ട്. നമ്മളതിൻ്റെ റിവ്യൂ തിയേറ്ററിൽ പോയി കണ്ട് ചെയ്തതാണ്. ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി, ബട്ട് ഇറ്റ്സ് ആൻ അബവ് ആവറേജ് മൂവി. ലൈക്ക് നിങ്ങൾക്കിങ്ങനെ ഇൻവെസ്റ്റിഗേഷനും പരിപാടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ കിട്ടില്ല. കാസ്റ്റൊക്കെയാണ്. ഹേലി ബെറി ഒക്കെ ഉണ്ട്, ബാരി കീഗൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഹൾക്ക് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ട്. സോ നൈസ് കാസ്റ്റാണ്. പറ്റിയ കാണുക. അതും ആമസോണിലുണ്ട്. റെൻ്റൊന്നുമല്ല, ആമസോണിൽ സ്ട്രീം ചെയ്യാനുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീക്സ് പോഡ്കാസ്റ്റ്. ഇത് ഞായറാഴ്ച ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ബുധനാഴ്ച ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വിൽ ട്രൈ ടു ഡു ഇൻ സൺഡേ. ഓക്കെ.